പിണറായി വിജയനും എം.വി. ഗോവിന്ദനുമാണ് CPM എന്ന പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്ന് കേന്ദ്ര കമ്മിറ്റി സൂചന നൽകിയതോടെ ബംഗാളിൽ മമതയ്ക്ക് സംഭവിച്ചത് ഇവിടെ ഈ രണ്ടു പേരെയും കാത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അതായത് സെപ്റ്റംബറിൽ ഒരു മാറ്റമുണ്ടാകുമെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ വിശദമായ കണ്ടെത്തലിൽ വ്യക്തമാക്കുന്നു. പാർട്ടി നേതാക്കളുടെ പെരുമാറ്റത്തിൽ തെറ്റുകളും പോരായ്മകളും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് കേരളം ഭരിച്ച പിണറായി വിജയനും ആ പാർട്ടിയെ ഭരിച്ച എം.വി. ഗോവിന്ദനും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്നും അഭിനവ കമ്മ്യൂണിസ്റ്റ് മുതലാളിമാരായ അവർ കേരളത്തിലെ CPMനെ നശിപ്പിച്ചു എന്നും ഒരു പൊതുധാരണ വന്നു കഴിഞ്ഞു. ഇനി അവർക്ക് കൂടുതൽ പിടിച്ചു നിൽക്കാനാകില്ല. അതായത് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തലുകളുടെ ചുവട് പിടിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ വൻ കലാപം തന്നെ ഉണ്ടാക്കാൻ പദ്ധതിയിടുകയാണ് സംസ്ഥാന CPMലെ പുതിയ ചേരി എന്നാണ് അറിയുന്നത്. തിരുത്തൽ മാത്രമാണ് ഏക പോംവഴിയെന്നും ബംഗാളിൽ മമതയ്ക്ക് സംഭവിച്ചതുപോലെ കേരളത്തിൽ പിണറായിക്ക് സംഭവിക്കാൻ പോകുന്നു എന്നാണ് പുതിയ ചേരി അവകാശപ്പെടുന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്ന് വരുത്തി തീർക്കാതെ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തരമായി പിണറായി വിരുദ്ധത സജീവമാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേക പരിപാടി. നേതൃത്വത്തിനെതിരെ സംസ്ഥാനത്ത് ഉയർന്ന വിമർശനവും നേതൃമാറ്റ ആവശ്യങ്ങളും അതേപടി അംഗീകരിച്ചില്ലെങ്കിലും പ്രശ്നങ്ങൾ കേരളത്തിൽ സജീവമായി ഉണ്ട് എന്ന് കേന്ദ്ര കമ്മിറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതാണ് സംസ്ഥാന CPMലെ പിണറായി വിജയൻ ഗോവിന്ദൻ അച്ചുതൊണ്ടിനെതിരെ രൂപം കൊണ്ട പുതിയ ചേരിക്ക് ശക്തി നൽകുന്നത്. കേരളത്തിലെ വീഴ്ചകൾ അത് നേതൃമാറ്റത്തിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നുറപ്പിക്കുന്നതുവരെ ആ വിരുദ്ധ ചേരി അവരുടെ ആവശ്യങ്ങൾ ശക്തമാക്കിക്കൊണ്ടേയിരിക്കും. കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ച തെറ്റുതിരുത്തൽ നടപടികൾ കേവലം കടലാസിലൊതുങ്ങാതെ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ അതൊരു കൊടുങ്കാറ്റാക്കി മാറ്റാനാണ് പുതിയ ചേരിയുടെ തീരുമാനം. സെപ്റ്റംബറോടുകൂടി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും എം.വി. ഗോവിന്ദനെ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റാനാണ് പദ്ധതിയിടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് പരിഹാരമായി കേന്ദ്ര നേതൃത്വം പറഞ്ഞതുപോലെ വെറുമൊരു ശൈലി മാറ്റം കൊണ്ട് നടക്കില്ല എന്നാണ് പുതിയ ചേരിയുടെ വാദം. പാർട്ടി അണികളിലും വോട്ടർമാർക്കും ഇടയിലുണ്ടായ ഒരു അകൽച്ച അത് പരിഹരിക്കാൻ നേതൃമാറ്റം തന്നെ അനിവാര്യമാണെന്ന നിലപാടിലാണ് പുതുച്ചേരിയുള്ളത്. ജനത്തിന് ബോധ്യപ്പെടും വിധമുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് ഇവരുടെ നിലപാട്. സംസ്ഥാന CPMലെ ആഭ്യന്തര ചേരിതിരിവ് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം നയപരമായ ഭിന്നതകളിലേക്ക് കൂടി വഴിമാറുന്നതായി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റവുമായ ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു. അത് പരിശോധിച്ചാൽ വ്യക്തമായി അറിയാം. അതായത് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് അച്ചടക്ക സങ്കല്പങ്ങളുടെ അതിർവരമ്പുകൾ മറികടക്കും വിധം ഒരു ബദൽ നീക്കങ്ങൾ സജീവമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനി ഓരോ വീഴ്ച വരുമ്പോഴും വലിയ പൊട്ടിത്തെറിയിലേക്ക് കടക്കുമെന്നുറപ്പാണ്. വിഴിഞ്ഞത്തിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ എടുത്ത നിലപാടിനെയും അതിനെ പിന്തുണച്ചവരെയും കണ്ണൂരിലെ പ്രമുഖ നേതാക്കളുടെ നേതൃത്വത്തിൽ ചവിട്ടി മെതിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിണറായിയെ ഉന്നം വെച്ച് നടത്തിയ ആ നീക്കത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചവരെയും വിരുദ്ധ ചേരി കൊന്നു കൊലവിളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. E.P. ജയരാജൻ, K.K. ശൈലജ, P.K. ശ്രീമതി, A.N. ഷംസീർ എന്നിങ്ങനെയുള്ള കണ്ണൂർ നേതാക്കൾക്കൊപ്പം ശിവൻകുട്ടി അടക്കമുള്ള പ്രഗത്ഭരും അണിചേരുമ്പോൾ കേരളത്തിലെ പാർട്ടിയെ സ്നേഹിക്കുന്ന പ്രവർത്തകർ ഒന്നടങ്കം അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. പിണറായി വിജയൻ മകൾക്ക് വേണ്ടി പാവം പ്രവർത്തകരെ വരെ ജയിലിലാക്കിയതെല്ലാം പാർട്ടിക്കാരെ വലിയ രീതിയിൽ എതിരാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ആവശ്യം CPM ഇനി പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം.